ഞാനാരാ ചേച്ചിയുടെ? അയ്യടാ ഞാൻ എന്ത് പണിയെടുക്കാനാ എന്നെ രാവിലെ ഇവിടുന്ന് കെട്ടി ഒരുങ്ങി പോണത്? മനസ്സിലായി. എന്ത് മനസ്സിലായെന്ന്? എടി ഇത് ഞാൻ അങ്ങനെയല്ല, നീ ഉദ്ദേശിക്കുന്ന പോലെയല്ല. എന്തുദ്ദേശിക്കുന്ന പോലെയല്ല? ഞാൻ എന്താ ഉദ്ദേശിച്ചെന്ന് ചേച്ചിക്ക് അങ്ങനെ അറിയാം? ഞാൻ അവക്ക് എന്തിനാ അത് ശരിയാക്കി കൊടുത്തതെന്നല്ലേ? ഞാനല്ല ശരിയാക്കി കൊടുത്തത്. ചേച്ചി അധികം ഉരുണ്ട് കളിക്കണ്ട. സുജാത എന്നോട് പറഞ്ഞു ആരാണ് ജോലി ഒപ്പിച്ചു കൊടുത്തതെന്നൊക്കെ. ഞാനാന്ന് പറഞ്ഞു. ചേച്ചി എന്താ വിചാരിച്ച ഞാൻ അറിയത്തില്ലെന്നാ? മേളിലിരിക്കുന്ന ഒരാളെ എന്റെ കൂടെയാണ്, അതുകൊണ്ടാണ് നീ ഒരുപാട് തിളക്കല്ലേ. ഞാൻ പറയണ കേൾക്കും. ഇത് പൂരാട ശശിയണ്ണൻ വഴി റെഡിയാക്കിയതാണ് അവർ, അല്ലാതെ ഞാൻ ഇതിനകത്തൊന്നും അല്ല. ചേച്ചി ഇങ്ങനെ എന്നെ പറയത്തുള്ളൂ എനിക്കറിയാം. ചേച്ചിയുടെ ആഗ്രഹം എന്താ? എനിക്ക് ജോലി കിട്ടരുത്, അത് തന്നെയാണ് ചേച്ചിയുടെ. അപ്പൊ ഞാൻ അങ്ങ് നന്നായി പോകത്തില്ലേ? ഞാൻ രക്ഷപ്പെട്ടു പോകത്തില്ലേ? അമ്മ ഒന്നും ഉണ്ടായിരുന്നു. തങ്ക പറയുന്ന ഒന്ന് മനസ്സിലാക്ക്. അമ്മ ഇവക്ക് ജോലി കിട്ടി എനിക്ക് എന്താ അമ്മേ കുഴപ്പം? എനിക്ക് നല്ലതല്ലേ. ആ കുഴപ്പമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അങ്ങ് നന്നായി പോകും, അത് ചേച്ചിക്ക് ഇഷ്ടമല്ലാന്ന്. അത് തന്നെ. ഇപ്പൊ ഏട്ടൻ എസ്ഐയും കൂടെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഇനി അങ്ങ് നല്ല രീതിക്ക് ജീവിച്ചാലെന്നുള്ള ചേച്ചിയുടെ അസൂയ. അത് തന്നെ കാര്യം. അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു ചാൻസ് വന്നപ്പോ ചേച്ചി എന്നെയല്ലേ എന്റെ അടുത്ത് ഒരു വാക്ക് പറയത്തില്ല. എടി അത് എനിക്കറിയാമെങ്കിലല്ലേ ഇത് പൂരാട ശശി ചെയ്തതാന്ന്. ഞാൻ വിശ്വസിക്കത്തില്ല ചേച്ചി, ഞാൻ വിശ്വസിക്കത്തില്ല. സുജാതയുടെ വർത്തമാനത്തിൽ ചേച്ചി ഇന്നറിഞ്ഞ പോലത്തെ വർത്തമാനം അല്ലായിരുന്നു സുജാതയുടെ. ഇന്നല്ല, ഞാൻ 2 ദിവസമായി അറിഞ്ഞിട്ട്. ആഹാ, 2 ദിവസമായി. അപ്പൊ ചേച്ചിക്ക് എന്നോട് ഒരു വാക്ക് പറയായിരുന്നല്ലോ. ചേച്ചി എന്നോട് പറഞ്ഞോ? എടി എന്തിന്? ഒന്നാമത്തെ ആ ജോലി നമുക്ക് കിട്ടൂല. എന്താ കിട്ടാത്ത കാര്യം? എനിക്കെന്താ കഴിവില്ലേ? സുജാതക്ക് എന്നേലും കഴിവുണ്ടോ? ചേച്ചിക്ക് എങ്ങനെ അറിയാൻ എനിക്ക് കിട്ടത്തില്ല? ശശിയോട് മിണ്ടിപ്പോയത്. ഇപ്പൊ എന്നോടാണ് ആരെങ്കിലും തയ്യലിന്റെ കാര്യം പറഞ്ഞാൽ ഞാൻ വേറെ ആരോടെങ്കിലും പറയുമോ? ഞാൻ ചേച്ചിയുടെ പേരല്ലേ പറയുള്ളൂ. അതെന്തോ എനിക്ക് ചേച്ചിയോടും ഈ കുടുംബത്തോടും ക്ലീറ്റോച്ചോടൊക്കെ എനിക്ക് ഇഷ്ടമുണ്ട്. ചേച്ചിക്ക് അതില്ല. ഇവളെന്തൊക്കെ പറയണത്? ശരിയാ, ഞാൻ മനഃപൂർവ്വം മേടിച്ചു തരാം. അതങ്ങ് പറഞ്ഞാ മതി, അതങ്ങ് തുറന്ന് പറഞ്ഞാ മതി. അപ്പൊ പിന്നെ തീരുമല്ലോ. അതെ. അമ്മ കേട്ടില്ല? അമ്മ എന്തോ നേരത്തെ പറഞ്ഞത്? അയ്യോ എന്റെ മോൾ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. ഇപ്പൊ ചേച്ചിയുടെ വായന വീണില്ലേ? ഇതിന്റെ സത്യം എന്തെങ്കിലും നീ അറിയാം? എനിക്കറിയണ്ട. എനിക്കിത് ചേച്ചിയുടെ സത്യം അറിയണ്ട, ഒന്നും അറിയണ്ട. ഞാൻ പോവുകയാണെങ്കിൽ പോ.